എല്ലാവർക്കും ഉപാസന വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് പലരും എനിക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്, പലതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാ സമയത്തും എനിക്കതിന് മറുപടി തന്ന് ചെയ്യാൻ എനിക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ ഞാനിന്നിവിടെ ഈ രാശി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ, അതായത് ഇതിൻ്റെ തുടക്കം മുതൽ ആണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് 108 കവടിയാണ്. 108 കവടിയും പിന്നെ നമുക്ക് നവഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ട് നമുക്ക് കവടികൾ വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള ദേവതമാരെ വയ്ക്കാം. ഗുരുവിൻ്റെ സ്ഥാനത്ത് ഈ വലിയ കവടി, ഇത് എൻ്റെ ഗുരു സ്മരണയ്ക്കാണ്, എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനമാണ് ഈ കവടി. അപ്പോൾ ഇത് സ്മരിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഗുരു. പിന്നെ ദക്ഷിണാമൂർത്തി, തെക്കോട്ട് ആണ് ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ രാശിപ്പലകയിൽ ദക്ഷിണാമൂർത്തിയെ തെക്കോട്ട് തന്നെയാണ് മുഖം ഇരുത്തിയിരിക്കുന്നത്. ഗണപതിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തെക്ക് പടിഞ്ഞാറ് തന്നെ ഗണപതി ഇരിക്കണം. ഗണപതിക്ക് സ്ഥാനം കിഴക്കോട്ടേ ഇരിക്കുകയുള്ളൂ. ഗണപതി വിഘ്നേശ്വരനാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തന്നെ ഗണപതിയെ ഞാൻ ഇരുത്തുന്ന രീതി, എൻ്റെ രീതി അതാണ്. പിന്നെ ഇഷ്ടദേവന്മാരൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ദേവന്മാരെയും ഭഗവാന്മാരെയൊക്കെ വയ്ക്കാം. പിന്നെ നമ്മൾ കവടി 108 കവടി, പിന്നെ എത്ര കവടി നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അനുസരണം, അവരുടെ താല്പര്യം അനുസരിച്ചാണ് ബാക്കിയുള്ള വലിയ കവടികളൊക്കെ. അത് നമ്മൾ 7 ഗ്രഹമായിട്ടും നവഗ്രഹമായിട്ടും സപ്തഗ്രഹമായിട്ടും ഒക്കെ നമ്മൾ വയ്ക്കും. പിന്നെ സുബ്രഹ്മണ്യൻ സ്വാമി, ജ്യോതിഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് സുബ്രഹ്മണ്യന്. പിന്നെ വിഷ്ണു സ്മരണം, ഗുരു, ഗണപതി, സരസ്വതി, ലക്ഷ്മി, ശിവനെ, ആരെ വേണമെങ്കിലും സങ്കല്പിച്ചിട്ട് അത് അവനവൻ്റെ രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ കവടികൾ വയ്ക്കാം. അപ്പോൾ ഞാനൊക്കെ ആദ്യം ചെയ്യുന്നത്, ഞാൻ പഠിച്ച രീതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 108 കവടിയും അതോടൊപ്പം തന്നെ ഈ വലിയ കവടികൾ, ആ കവടികൾ നമ്മൾ കഴുകി ശുദ്ധമായിട്ട്, എപ്പോഴും അതൊക്കെ ദേവപ്രശ്നത്തിനുമൊക്കെ പോകുമ്പോഴും ഒക്കെയാണ് നമ്മൾ പാലിനകത്തും ഗംഗാതീർത്ഥത്തിലും ഒക്കെ പിന്നെ പഞ്ചഗവ്യത്തിലുമൊക്കെ നമ്മൾ കവടികൾ കഴുകി ഒക്കെയാണ് ദേവപ്രശ്നത്തിനൊക്കെ കവടികൾ എടുക്കാറുള്ളത്, രാശി എടുക്കുന്നത്. ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ 108 കവടി വെച്ചിട്ടുണ്ട്. ഞാൻ ക്രമചിട്ടപ്പെടുത്തിയ എൻ്റെ ആഗ്രഹപ്രകാരമുള്ള വലിയ കവടികൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം ഞാൻ പലരും എന്നോട് ചോദിച്ചു, ഏതാണ് ഇത്? പ്രശ്നമാർഗം, ഇതാണ് കേരളത്തിലെ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. ഇതാണ് പ്രശ്നമാർഗം, പൂർവാർത്ഥം, അതുപോലെ തന്നെ പ്രശ്നമാർഗം, ഉത്തരാർത്ഥം. ഈ 2 പുസ്തകങ്ങളാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. കേരളത്തിൽ ജ്യോതിഷികൾ അല്ലെ അസ്ട്രോളജേഴ്സ് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. കൃഷ്ണാലയം MK ഗോവിന്ദനാണ്. അതായത് കൃഷ്ണാലയം ഗോവിന്ദൻ അവറുകൾ ചെയ്ത പുസ്തകമാണ്, വ്യാഖ്യാനം ചെയ്ത പുസ്തകമാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ ദേവപ്രശ്നം, KK ജനാർദ്ദനക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ദേവപ്രശ്നം പുസ്തകമാണിത്. പ്രശ്നമാർഗത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഉള്ള, ദേവപ്രശ്നത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള പുസ്തകമാണിത്. അപ്പോൾ ഇതൊരു ദേവപ്രശ്നം ചെയ്യാൻ ഇതിനകത്ത് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഇതിലില്ലാത്തത് പ്രശ്നമാർഗത്തിൽ നിന്ന് നമ്മൾ എടുക്കും. പിന്നെ അതുപോലെ തന്നെ മാനസാഗരി ജാതക പദ്ധതിയുണ്ട്. ഇത് മാനസാഗരി ജാതക പദ്ധതിയാണ്. അങ്ങനെ ധാരാളം പുസ്തകമുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം ഒരു 300-400 പുസ്തകങ്ങളുണ്ട്, ജ്യോതിഷവും വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, താന്ത്രികവുമായിട്ട്. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ നല്ല ആചാര്യന്മാരുടെ നല്ല പ്രസിദ്ധീകരണങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചത് പ്രാക്ടീസ് ചെയ്യണം.
അപ്പോൾ എങ്കിലേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് 108 കവടി മറ്റുള്ള കവടിയാണ്. അപ്പം നമ്മളിത് ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ സ്മരണയെല്ലാം കഴിഞ്ഞിട്ട് ഈ കബഡി എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ 108 നമഃശിവായ പഞ്ചാക്ഷരി ജപിക്കണമെന്നാണ്. അപ്പം ഞാനിവിടെ 108 പഞ്ചാക്ഷരി നമ്മൾ ജപിക്കുന്നത്, ആ ജപിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു വിരൽ, ഈ തള്ളവിരൽ നൂത്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിങ്ങനെ കബഡി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ദേവന്മാർ വിരലുകൾ അനക്കുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം. അപ്പം ആദ്യത്തെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതായത് അപ്പം ഒരു പ്രാവശ്യം തള്ളവിരലേന്ന് ഒരു തള്ളവിരലിൽ 4 ജപിക്കും, അടുത്ത തള്ളവിരലിൽ 4 ജപിക്കും, അടുത്ത വിരലിൽ 4 ജപിക്കും, അങ്ങനെ ഓരോ വിരലിൽ 4 ജപിക്കും. ആ ചെറിയ വിരൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഈ വിരൽ നിങ്ങൾക്ക് കാണാൻ ദേവന്മാർ തുറക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 4 ജപം ഇങ്ങോട്ട് എടുക്കും. നമഃശിവായ 4 പ്രാവശ്യം, ഇതിൽ 4 പ്രാവശ്യം, ഇതിൽ 4 പ്രാവശ്യം, ഇതിൽ 4 പ്രാവശ്യം. പിന്നെ അത് കഴിയുമ്പോൾ ഈ വിരൽ നോക്കും. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 4 നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ. പിന്നെ ഇവിടുന്ന് വീണ്ടും, പിന്നെ ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് നമഃശിവായ, ഇവിടുന്ന് വീണ്ടും. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ, ഇത് തുറക്കും. അപ്പോൾ വീണ്ടും 5 വിരലും തുറക്കും. അപ്പോൾ ഇവിടുന്ന് നമഃശിവായ, ഈ തള്ളവിരലും തുടങ്ങി, ഇവിടെ തുടങ്ങി നമഃശിവായ, ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം. അപ്പോൾ എന്തായി, അപ്പം 8 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഇവിടുന്ന് 4 വീണ്ടും നമഃശിവായ, ഇവിടെ നമഃശിവായ. ഇത് ഇത്രയും ജപിച്ച് കഴിയുമ്പോൾ 108 തവണ നമ്മൾ നമഃശിവായ ജപിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ജപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഭഗവാനി ഓം നമഃശിവായ, 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 ഓം നമഃശിവായ. ഇപ്പം എൻ്റെ 108 പഞ്ചാക്ഷരി ഞാൻ ജപിച്ചു കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ വലിയ കവടികൾ, അത് ഓരോ ആചാര്യന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾ ഈ കവടികൾ ചെയ്യുന്നതും വയ്ക്കുന്നതുമൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരമാണ്. ആചാര്യൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണം ചെയ്യാൻ. അപ്പം ഞാൻ ഇവിടെ എൻ്റെ രീതി അനുസരിച്ച് ഞാനിവിടെ കവടികൾ ഞാനിവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിവിടെ 108 കവടിയേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും 108 കവടി നമ്മൾ ആദ്യം തൊണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ഈ കവടിയുടെ സഞ്ചിയുണ്ട്. ആ കവടിയുടെ സഞ്ചിക്കകത്താണ് ഇത് വെക്കുന്നത്. ഈ കവടിയുടെ സഞ്ചിക്കകത്ത് വെക്കുന്നതുകൊണ്ട് കുറയാൻ സാധ്യതയില്ല. എന്നാലും നമ്മളിതെപ്പോഴും ഒരു പ്രശ്നം എടുക്കുമ്പോൾ, ഈശ്വരാധീനം എടുക്കുമ്പോൾ നമ്മൾ എണ്ണണം ഇങ്ങനെ 4, 8, 12, 4, 8, 12, 4, 8, 12, 4, 8, 12, 4, 8, 12, 4, 8, 12, 4, 8, 12, 4, 8,
12. അപ്പോൾ ഇവിടെ 4, 8, 12. അപ്പോൾ നമ്മൾ നോക്കിയാലറിയാം ഇതെല്ലാം കൂടെ ഈ 12ൻ്റെ കൂട്ടം നമ്മൾ കൂട്ടി. അപ്പോൾ എത്രയായി? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി, ഇതും കൂട്ടി. അപ്പം നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എത്രയായി? 19, 108 കവടി. 108 കവടി ഉണ്ടെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി. അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ 108 കവടിയിൽ നമ്മളിപ്പോൾ 108 കവടി ഇല്ലാതെ നമ്മൾ രാശി വരികയില്ല. അത് പൂർണ്ണമല്ല, പൂർണ്ണതയിലല്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 108 കവടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിന് ശേഷം നമ്മൾ ഒരു ഗ്രഹനില, ഇതുപോലത്തെ നിലവിലെ ഒരു ഗ്രഹനില എടുക്കും. ഗ്രഹനില എന്തിനാണ് എടുക്കുന്നത്? ലഗ്നം എവിടെയൊക്കെ, ഗ്രഹങ്ങൾ എവിടെയൊക്കെ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഗ്രഹനില എടുക്കുക. പിന്നെ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. ഗ്രഹങ്ങൾ ഏതെല്ലാം രാശിയിൽ, സ്വന്തം രാശി ഏതൊക്കെയാണ് ഗ്രഹങ്ങളുടെ സ്വന്തം രാശി, അതിൻ്റെ നീചരാശി, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വന്തം രാശി നീചരാശി എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പം നീചരാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാകുമ്പോൾ എന്തായി? അതിന് ബലമില്ല. നമുക്കിഷ്ടമില്ലാത്ത ഒരു വീട്ടിൽ പോയി നമ്മൾ താമസിക്കുമ്പോൾ എന്താവും? നമുക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മളൊരു ഒറ്റപ്പെട്ട മാതിരിയായിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ളതായിരിക്കണം. അപ്പം നമ്മൾ ഒരു ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിൽ പോയി താമസിക്കുന്നിടത്ത് കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതേ സ്ഥിതിയായിരിക്കും ഈ ഗ്രഹത്തിനും. അപ്പോൾ ഈ ഗ്രഹം നീച രാശിയിൽ ഉള്ള ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അറിഞ്ഞിരിക്കണം. അതായത് സൂര്യൻ്റെ സ്വന്തം രാശി ചിങ്ങം രാശിയാണ്, മേടം രാശി ഉച്ചരാശിയാണ്, തുലാം രാശി നീചരാശിയാണ്. കർക്കിടകത്തിൻ്റെ ചന്ദ്രൻ്റെ രാശി കർക്കിടകം സ്വന്തം രാശി, ഇടവം രാശി ഉച്ചൻ രാശിയാണ്, വൃശ്ചികൻ രാശി നീചൻ രാശിയാണ്. ചൊവ്വയുടെ മേടം രാശി സ്വന്തം, മേടവും വൃശ്ചികം സ്വന്തം രാശിയാണ്. എന്നുവെച്ചാൽ ചൊവ്വയ്ക്ക് 2 സ്ഥാനം പറയുന്നുണ്ട്, 2 രാശിക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അപ്പം മേടവും വൃശ്ചികം സ്വന്തമാണ്, മകരം ഉച്ചമാണ്, കർക്കിടകം നീചമാണ്. പിന്നെ ബുധൻ മിഥുനം കർക്കിടവും, ബുധൻ്റെ മിഥുനവും കന്നിയും സ്വന്തം രാശി, കന്നി ഉച്ചരാശി, മീനം നീചരാശി. ഗുരുവിൻ്റെ മീനവും ധനുവാണ് സ്വന്തം രാശിയാണ്, കർക്കിടകം ഉച്ചരാശിയാണ്, മകരം നീചരാശിയാണ്. ശുക്രൻ ഇടവം തുലാം സ്വന്തം രാശിയും, മീനം ഉച്ചരാശിയും, കന്നി നീചരാശിയുമാണ്. ശനിക്ക് മകരവും കുംഭവും സ്വന്തം രാശിയാണ്, തുലാം ഉച്ചരാശി, മേടം നീചരാശി. രാഹു കന്നി സ്വന്തം, മിഥുനം ഉച്ചരാശി, ധനു നീചരാശി. കേതുവിൻ്റെ മേടവും മീനവും സ്വന്തം രാശിയാണ്. വേറെ ഒന്നും നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല കേതുവിന്. പിന്നെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രഹങ്ങളുടെ. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്കൊന്നുമില്ല, നമ്മൾ ഒരു ഈശ്വരാധീനം ഒന്നുമല്ല, നമ്മളൊരു രാശി എടുക്കുക. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ രാശി എടുക്കുന്നത്. ഗ്രഹനില ഇതാണ്. എനിക്ക് ഇപ്പം ഏത് രാശിയാണോ, ഇപ്പം നിലവിലെ ഈ സമയത്ത് തുലാം ലഗ്നമായിട്ടാണ്. അതായത് സൂര്യൻ ഉദിച്ച് ഭൂമി ചലിക്കുന്നതനുസരിച്ച് എത്ര ഡിഗ്രിയിൽ ഉദിച്ച് എത്ര ഡിഗ്രിയിൽ വന്നോ അത്രയും ഡിഗ്രിയിൽ വരുമ്പോഴാണ് ഓരോ രാശിയിൽ ആ ആംഗിള് വരുന്നത്. സൂര്യൻ്റെ ആ രശ്മി പതിക്കുന്ന, അല്ലെ സൂര്യൻ്റെ പ്രകാശം പതിക്കുന്നത്, അല്ലെ സൂര്യൻ്റെ ഭാവം അവിടെ പതിക്കുന്നത്, അതാണ് ലഗ്നം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ലഗ്നം എടുക്കുന്നത്. അപ്പോൾ ലഗ്നം എഴുതി വെച്ചാൽ നമുക്ക് ലഗ്നത്തിന് പ്രാധാന്യമുണ്ട്. ആരൂഢമാണ് രാശിയിൽ എടുക്കുന്നു, ആരൂഢമാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ മാതിരി 12 രാശിയിൽ ഓരോന്ന് വെച്ച് അവസാനത്തെ കവടി എവിടെ വരുന്നു അതായിരിക്കും ആരൂഢം. അത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഉദയലഗ്നം എടുക്കുന്നത്? ഉദയലഗ്നം അതായത്
ആരൂഢത്തിൻ്റെ 2-ലോ 12-ലോ അല്ലെങ്കിൽ ഉദയലഗ്നത്തിൻ്റെ 8-ലോ ആരൂഢം വന്നാൽ ആരൂഢം തടുത്തു എന്ന് പറയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ലഗ്നം എഴുതി വെക്കണം. ലഗ്നത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ രാശി എടുക്കുമ്പോൾ ലഗ്നത്തിന് പ്രാധാന്യമുണ്ട്. ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ലഗ്നം മാത്രമുള്ളവർ, അവിടെ ആരൂഢമില്ല, അവിടെ ആരൂഢത്തിൻ്റെ കാര്യം വരുന്നില്ല. പ്രശ്നങ്ങളിലാണ് ആരൂഢവും ലഗ്നവും. അപ്പോൾ ഇവിടെ ഇനിയും ദേവപ്രശ്നത്തിലൊക്കെ ആകുമ്പോൾ താമ്പൂല ആരൂഢം വരും, സ്വർണ്ണാരൂഢം വരും. അത് ദേവപ്രശ്നവും താമ്പൂല പ്രശ്നത്തിനൊക്കെയാണ്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു രീതി അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിനിയും നമ്മളിത് കഴിഞ്ഞു. ഞാൻ നമ്മുടെ ജ്യോതിഷമായിട്ട് കേരളം നമ്മുടെ പ്രശ്നമാർഗത്തിൽ നമ്മൾ അതിലെഴുതി വെച്ചിരിക്കുന്ന നമുക്ക് ജപിക്കേണ്ട ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളും ഒക്കെയുണ്ട്. അത് നമ്മൾ ജപിക്കണം. അത് ജപിച്ചാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ജ്യോതിഷം അറിയണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം പ്രശ്നമാർഗം പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് അത് ധാരാളം പ്രാവശ്യം മുഴുവൻ അത് പഠിക്കണം. പഠിച്ച് നമുക്ക് മനസ്സിൽ തറ വാങ്ങണം ജ്യോതിഷം എന്താണെന്നും ഏതാണെന്നും. ആ പ്രശ്നമാർഗം 2 പുസ്തകം നമ്മൾ കംപ്ലീറ്റ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും വാങ്ങി വായിക്കുന്നതിനേക്കാട്ടിലും നല്ലത്, ഞാനാരെയും കുറ്റം പറയുകയല്ല, നമ്മുടെ പ്രശ്നമാർഗമാണ്. എല്ലാ 90% ജ്യോത്സ്യന്മാരും ഈ പ്രശ്നമാർഗമാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങി അതൊരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഉപാസനാമൂർത്തികളെയും എൻ്റെ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ള ധ്യാന ശ്ലോകങ്ങളും ഒക്കെ ജപിക്കുകയാണ്. ഭഗവാൻ കൈലാസാദ്രീശകോണേ സുവിടവിതലേ പാടികേ മണ്ഡവേ സന്മാലങ്കാരാദിപീഠോപരിവരിരസുതം സേവ്യമാനം സുരൗഭൈജാനസം വാമവാഹം ലഗമവിവരിച്ചും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യോഗവേഷ്ടം ദദതമിഷിഗണേ ജ്ഞാനമീശാനമീഷു മൂർത്തിത്വേ പരികൽപ്പിത ശശവൃതോമാന പുനർജന്മനാമന്മേത്യാമൃതാം പ്രതിഷേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയവിഭുഞ്ജാനേ ഗർഭായ സുതൗവാജന്യസ്തദധാത്വനൈകിരണത്രൈലോക്യദീപോരവി മൂർത്തിദ്വേ പരികൽപ്പിത ശശവൃതോമാന പുനർജന്മനാമന്മേത്യാമൃതാം പ്രതിഷേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുഞ്ജാനേ ഗദ്ധായ സുതൗവാജന്യസ്തദധാത്വനൈകിരണത്രൈലോക്യദീപോരവി മൂർത്തിദ്വേ പരികൽപ്പിത ശശകൃതോത്മാന പുനർജന്മനാമന്മേത്യാമൃതാം പ്രതിഷേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുഞ്ജാനേ ഗദ്ധായ സുതൗവാജന്യസ്തദധാത്വനൈകിരണത്രൈലോക്യദീപോരവി മധ്യാടവചനം ദുഗ്ധസഞ്ജുവിന്യാധം ധ്യാനി ഹയാമി സാത്വഹം വൃത്തേ ശുദ്ധൈ വൃദ്ധേ ഗുരുകൃഷ്ണഗൃഹേ ഗൃഹമയാജലി പ്രസന്നവനത്തെ മേ സത്യാം കുറുഭാരതി നമ ശ്രീമംഗലശ്രീനി നിവാസായ മഹാത്മനെ സർവം ജാനന്തി ദൈവജ്ഞായശ്ചക്ഷുഷ സജ്ഞാതസ്യേതന്നാമേനാസ്യ പൃച്ഛത ഭൂതേജ വർത്തമാനേ ച സമേഷ ഭവിഷ്യതി ശുഭാശുഭാനി ചേതാനി ചിന്തിതസ്യ വിശേഷതാ സംഭവാദ്യന്യാന്യസത്പുത്രഗ്രഹാദിഷു ശുഭാശുഭാനി ധാന്യേ ഹന്യേ ഹിലാനി വിഷ്ണുപ്രസാദസ്തം മമ ചിത്തേ സ്ഥിരന്തിരി ഭഗവാനേ മുരുക ഭഗവാനേ ഹരി ഓം ഹരി ഓം ഹരി ഓം. ഓം നമോ നാരായണായ നമോ നാരായണായ. ഹരോ ദേവാവന്ദിനോ ഇതോ വിഷ്ണുർവിചക്രമേ ഹൃദിവ്യാസദ്ദാമീതം വിഷ്ണുർവിചക്രമേ ത്രേധാനുദേവം സമൂഹമശിവാം തിരേ ത്രീകദാവിചക്രമേ വിഷ്ണുർഗോപാലാഭ്യരോ ധർമാണി ധാരേ വിഷ്ണു കർമാണി പശ്യദേവാനി പശ്യസി ഇന്ദ്രസ്യ യുജ്യസഗാദ വിഷ്ണോ പരമം പദം തദാവശ്യന്യ സൂര്യേദിവി വക്ഷക്ഷുരാദം തദ്വിശ്വാസോ വിധന്യവോ ജാഗ്രവാം സതമിന്ധതേ വിഷ്ണോരിൽ പരമം പദം വിഷ്ണു ശാരദചന്ദ്രകോടി സദൃശം ശംഖം ദദാന്തം ദദാം ഭോജം ഫലദം ശ്രീരാബ്ജനിരേ കാന്ത്യാ ജഗന്മോഹനം ബദ്ധാംഗധാരകുണ്ടലഭാമൗലിപുരത്കങ്കണം ശ്രീവത്സാംഗമുദാരകൗസ്തുഭതരം വന്ദേ മുനീന്ദ്രസ്തുതം സദസ്പതികൽപുതം പ്രിയം നൃത്യകാരി ശരീരമേധാമയാശിഷം മേധാം ദേവഗണാവിതരത്യോ വാസുദേ ദയാമാമദ്യമേധായ മേധാവിനം കുരു മേധാം ദേവരുണോ ദദാതി മേധാം പ്രജാവതി മേധാം ഇന്ദ്രക്ഷവായും മേധാം ധാതാ ദദാതി
ഇതന്നെ ബ്രഹ്മനക്ഷത്രം ജ്യോതി ശ്രീയവിഷ്ണുദാംബി ദേവാദരേ ശ്രീയമുത്തമം തസ്യേ മേധാവി സമാനാനാദാദിക്ഷ്വാദിഭദ്ര സുമനത്യമാനാദയാദിഷ്ട ൃതമാനാദുരുക്താനുഗ്രഹദ്വദേവേദേ സുമേരാദിഷ്ടഋഷി ഭവതി ദേവീ ദയാ ബ്രഹ്മാകരസ്വതീന്ദ്രമയ ദയാദിഷ്ടക്ഷിദ്രം ഹിന്ദദേവസുതാനോജസ്തുനോജമേ ദേവേദാംബീ ദദാതു വേദാം ദേവീ സരസ്വതി മേധാം മേശ്വിനാമുവാദദ്ധാം ദുഷ്കരത്രയ സരാസുരയാ മേധാഗന്ധർവേഷുദയാത്മന ദേവീം മേധാ സരസ്വതി സാമാം മേധാസുരജ്യോതിഷതാഗ്രം സ്വാഹ ആമാം മേധാസുരവിശ്വരൂപ ഹിരണ്യവർണ ജഗതിജഗന്യ ഊർജ്ജസ്വതിവസാ വിഘ്നവാനാ സാമാം മേധാസുപ്രതീകാരിശങ്ക മേ മേധാം മേ പ്രജാമീയ ഇച്ഛയോ ദദാതു മേ മേധാം മേ പ്രജാം മേ ഇന്ദ്രേന്ദ്രിയം ദദാതു മേ മേധാം മേ പ്രജാം മേ സൂര്യോ കാര്യോ ദദാതു ഭഗവാനി ഓം ജടാധരിജടാസമം ശിഖുരഭാരവന്ദിതം ജടാധുരോജ്വലസദ്വിശാലഭാരമണ്ഡലം കൃപാകടാക്ഷബന്ധുരം സരോരുഹാക്ഷേമകം തപോധനം പ്രഭാകരം പ്രണാമി ശിവ ശിവ ഓം ശ്രീ ശിവപ്രഭാകരായ നമഃ ശ്രീ ശിവപ്രഭാകരായ നമഃ ശ്രീ ശിവപ്രഭാകരായ ശിവപ്രഭാകരായ ഗുരുവേ ഭഗവാനി ഗുരുവേ 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 നാരായണോ ഭഗവാനി മുരുകാ ഭഗവാനി വേലായുധ ഭഗവാനി. ഇപ്പം ഞാനിവിടെ പ്രത്യേകിച്ച് ചിന്തനമൊന്നും ചെയ്തില്ല. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഞാൻ പ്രത്യേകിച്ച് ചിന്തനമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു രാശി എടുക്കുന്നു, അത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 12 രാശി കോളംസ് ഉണ്ട്. ഇത് രാശിപ്പലകയിൽ ഇങ്ങനെ കോളംസ് വരച്ച് നമുക്ക് ചെത്തി ഇത് കൊത്തുകയാണ്. ഈ രാശിപ്പലക എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്ലാവിൻ്റെ പലകയാണ്, ഒറ്റത്തടിയിലായിരിക്കണം. ഇതിനകത്ത് ജോയിൻ്റ് ഒന്നും പാടില്ല. അതുപോലെ ഇതിന് രാശിയുടെ പലകയ്ക്ക് കണക്കുണ്ട്. അത് തച്ചന്മാർ അല്ലെങ്കിൽ കാർപ്പൻറ്റർമാർ, ആശാരിമാർ, പഴയ കുടുംബക്കാർക്കൊക്കെ അവർക്കൊക്കെ അറിയാം. രാശിപ്പലകയ്ക്ക് കണക്കുണ്ട്. ഇരിക്കുന്ന ആവണിപ്പലകയ്ക്ക് കണക്കുണ്ട്. ഇതിനെല്ലാം യോനി കണക്കുകളുണ്ട്, ഇതിന് ചുറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം ശാസ്ത്രവിധി പ്രകാരം തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ 12 കോളംസ് ഇതിൽ നമ്മൾ വരച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം മുതൽ ഇവിടെ എണ്ണുന്നത്, അതായത് അറിയാമല്ലോ, ഇടത്ത് സൈഡിലെ നമ്മുടെ മുന്നിലിരിക്കുന്ന രാശി 12 രാശിയിൽ ഇടത് ഏറ്റവും മുകളിലത്തേത് മീനം രാശിയും വലത് കോർണറിലുള്ളത് മിഥുനം രാശിയും താഴത്തെ ഭാഗത്തിൽ വലതു ഭാഗത്തുള്ള കോർണറിലുള്ളത് കന്നി രാശിയും ഇടത് ഭാഗത്തെ കോർണറിലുള്ളത് ധനു രാശിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഈ മേടം രാശിയാണ് 1-ാം രാശി. ഏത് രാശി ചക്രത്തിൽ അത് രാശി കൊണ്ടെണ്ണുമ്പോൾ മേടം രാശി 1-ാം രാശി. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനത്തിൽ പോയി തീരും. മീനം 12-ാമത്തെ രാശി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മേടം രാശിയും അതിൻ്റെ നേരെ താഴെയുള്ള രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശി. ഇത് രണ്ടും ചൊവ്വായ്ക്ക് ആധിപത്യം കൊടുത്തിട്ടുള്ള രാശിയാണ്. അതുപോലെ രണ്ടാമത്തേത്, അപ്പം മേടം, ഇടവം രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ രാശിയാണ്. അതിൻ്റെ നേരെ താഴെയുള്ള രാശി തുലാം രാശി. രണ്ടും ശുക്രന് ആധിപത്യം. അത് കഴിഞ്ഞാൽ ഈ കോർണറിൽ വരുമ്പോൾ മിഥുനം രാശിയാണ്. മിഥുനം രാശിയും കന്നി രാശിയും ബുധൻ്റെ രാശിയാണ്. അപ്പം ഈ മിഥുനത്തിൻ്റെയും കന്യയുടെയും മധ്യത്തിലുള്ള ഇടയ്ക്കുള്ള 2 രാശി, അതിന് മുകളിലത്തേത് കർക്കിടകം, താഴത്തേത് ചിങ്ങം. കർക്കിടകം ചന്ദ്രൻ്റെ രാശി, ചിങ്ങം സൂര്യൻ്റെ. കർക്കിടകത്തിനും അതായത് ചന്ദ്രനും സൂര്യനും ഒരേ രാശിക്ക് ആധിപത്യം കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ മീനവും ധനു 2 കോർണറിൽ, മുകളിലത്തെ കോർണറും താഴത്തെ കോർണറും രാശിചക്രത്തിൽ. അത് രണ്ടും വ്യാഴത്തിൻ്റെ രാശിയാണ്. ഇനി മീനത്തിൻ്റെയും ധനുവിൻ്റെ ഇടയ്ക്ക് മധ്യത്തിലുള്ള 2 രാശി, അത് മകരവും കുംഭവുമാണ്. അത് രണ്ടും ശനിയുടെ രാശിയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രഹങ്ങൾ ഏതെല്ലാം, ഏത് രാശിയിൽ ഏത് ഗ്രഹങ്ങളാണ്. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി.
ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് രാശി ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഞാൻ ഇവിടുന്ന് വെച്ച് വരാം. ഞാനിങ്ങനെ കാണിച്ചതാണ്, കഴിഞ്ഞതിലൊക്കെ ഇങ്ങനെയാണ് കാണിച്ച്. ഇത് കർക്കിടകം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇടവം മിഥുനം, മേടം ഇടവം മിഥുനം കർക്കിടകം, ആ 4 രാശി കവടി ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അടുത്തത് 4 എന്ത് ചെയ്യും, 1, 2, 3, 4. അടുത്തത് വൃശ്ചികമാണ്, അവിടെ ഞാൻ 4 രാശി കവടി വെച്ചു. അത് കഴിഞ്ഞ് എന്തായി, പിന്നെ ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ ആ മീനത്തിൽ ഞാൻ 4 കവടി വെച്ചു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കവടി ഇരിക്കുകയല്ലേ, അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും അതുപോലെ തന്നെ 4 4 4 വീണ്ടും ഇരിക്കുകയാണ്. 4 4 4 വീണ്ടും ഇരിക്കുന്നു. ഇവിടെ 4, ഇവിടുത്തെ കൂടെ വയ്ക്കാനുള്ള 4 ഉണ്ട്. അപ്പം കർക്കിടകം, വൃശ്ചികം, പിന്നെ 2 എണ്ണമേ ഉള്ളൂ. അപ്പോൾ വൃശ്ചികം കഴിഞ്ഞാൽ എന്താണ്, ധനു, മകരമാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ധനുവിൽ വയ്ക്കും, ഒരെണ്ണം മകരത്തിൽ വയ്ക്കും. അപ്പോൾ എന്തായി, മകരം രാശിയാണ് ഇവിടെ ആരൂഢം. മകരം രാശി ആരൂഢമായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മകരം രാശിയിൽ നമ്മൾ ആരൂഢം മാർക്ക് ചെയ്യും. ഇവിടെ ആരൂഢെന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ രാശിയുടെ ആരൂഢം. അപ്പോൾ ഈ ആരൂഢത്തിൽ ശനിയാണ്. ആരൂഢത്തിൻ്റെ ഞാൻ പറഞ്ഞു മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപതി ശനിയാണ്. അപ്പോൾ എന്തായി, ഇവിടെ ആരൂഢം മകരം രാശി വന്നു, ശനിയുടെ രാശി. ഇപ്പം സ്വന്തം ക്ഷേത്രത്തിൽ മകരത്തിലും കുംഭത്തിലും ഗ്രഹങ്ങളില്ല. ഇപ്പം ശനി സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ്. അപ്പോൾ ആരൂഢത്തിൻ്റെ അധിപതിയാവുന്ന ശനി 3-ൽ, അപ്പോൾ ആരൂഢാധിപതി 3-ാം ഭാവത്തിൽ. അപ്പം ഈ ആരൂഢാധിപതി 3-ാം, ഇതിൻ്റെ ഫലമൊക്കെ വേറെയാണ്. ഇപ്പം ഞാൻ ഫലമൊന്നും പറയുന്നില്ല, എന്നുവെച്ചാൽ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലോട്ട് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരൂഢം നമ്മൾ മകരം രാശി കണ്ടുപിടിച്ചു, ഇതാണ് ഇതിൻ്റെ ആരൂഢം. പിന്നെ നമ്മൾ നോക്കുന്ന ഈശ്വരാധീനം ഉണ്ടോ, നമ്മൾ ഒന്നിനും വേണ്ടി എടുത്തതല്ല, പക്ഷേ നമുക്ക് ഈ മകരം രാശി ആരൂഢമായിട്ട് വന്നപ്പം ഇതിന് നമുക്ക് ഈശ്വരാധീനം ഉണ്ടോ എന്നുള്ളതാണ് അറിയാവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈശ്വരാധീനം അറിയുന്നത് എങ്ങനെയാണ്, ശുഭഭാവങ്ങൾ വ്യാഴം ലഗ്നത്തിൽ 2, 4, 5, 7, 9, 11 ഇത്രയും ഭാവങ്ങളിൽ ദോഷഭാവങ്ങളല്ല വ്യാഴം. അത് പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ക്ഷേത്രമായിട്ട് ദേവപ്രശ്നമാകുമ്പം ദേവതയായിട്ട് സങ്കല്പിക്കുമ്പം വിടുന്നതിന് ഈ ഭാവങ്ങൾക്കെല്ലാം ഫലം മാറും. അത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ദേവപ്രശ്നത്തിന് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു സാധാരണ ഒരു രാശി ഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായി, നമുക്ക് ഇവിടുന്ന് എണ്ണാം. അപ്പം ആരൂഢം വന്നിരിക്കുന്ന മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനത്തിലാണിപ്പം വ്യാഴം സഞ്ചരിക്കുന്നത്, 6-ലാണ്. അപ്പോൾ എന്തായി, വ്യാഴം 6-ൽ നമ്മൾ മറഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ 3, 6, 8, 12 ഇത് സൽഫലങ്ങളല്ല, ശുഭഫലങ്ങളല്ല, ശുഭസ്ഥിതികളല്ല ശുഭഗ്രഹങ്ങൾക്ക്. പിന്നെ പാപഗ്രഹങ്ങൾക്ക് ചില അടിസ്ഥാന ഭാവങ്ങൾ, പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഈ ഷോർട്ട് വീഡിയോകളിലൊക്കെ ഞാനത് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീഡിയോസിനകത്തൊക്കെ ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായി, 6-ൽ വ്യാഴവും ശുക്രനും. അപ്പോൾ എന്തായി, ഈ 6-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും നല്ല 2 ശുഭഗ്രഹങ്ങൾ വന്ന് അവിടെ നിൽക്കുന്നത് അത് ശുഭഫലത്തെ തരുന്നില്ല. എന്തുകൊണ്ട്, 6-ാം ഭാവമായിപ്പോയി, വ്യാഴം മറിഞ്ഞു എന്ന് പറയും. നമ്മൾ പറയും, ചോദിക്കും, എന്തായി അവിടുത്തെ പ്രശ്നം, അത് വ്യാഴം 6-ൽ വ്യാഴം മറിഞ്ഞു പോയി, അപ്പോൾ അവിടെ ഫലമില്ല, അവിടെ ഈശ്വരാധീനം കണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ വ്യാഴം മറഞ്ഞു, ആരൂഢാധിപതി. അപ്പോൾ ഇവിടെ മകരം, ഇനി നമ്മൾ അവിടോട്ട് വരണം. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഈ ബാധാസ്ഥാനം എന്താണ്? ഓരോ ഗ്രഹങ്ങൾക്കും, ഓരോ രാശിക്കും, ഓരോ ഗ്രഹങ്ങൾക്ക് അത് ജ്യോതിഷത്തിൽ അടിസ്ഥാനപരമായിട്ട് ബാധാസ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചരം, സ്ഥിരം, ഉഭയം. ചരം, സ്ഥിരം, ഉഭയം. ചരത്തിന് 11-ാം ഭാവം ബാധാസ്ഥാനം, സ്ഥിരത്തിന് 9-ാം ഭാവം ബാധാസ്ഥാനം, ഉഭയത്തിന് 7-ാം ഭാവം ബാധാസ്ഥാനം. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ചരം, സ്ഥിരം, ഉഭയം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഇവിടെ മേടത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു രാശി. അപ്പം 1, 2, 3. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മീനം 12-ാം ഭാവമാണ് രാശിയിൽ.
മേടത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ മേടം മിഥുനം, മേടം ഇടവം മിഥുനം, ഇത് 3 ചരം സ്ഥിരം ഉഭയം. അപ്പം മേടം ചരരാശി, ഇടവം സ്ഥിരരാശി, മിഥുനം ഉഭയരാശി. അതുപോലെ വീണ്ടും ഇവിടുന്ന് നമ്മളിപ്പോൾ എന്തായി മിഥുനം വരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കർക്കിടകം, ചിങ്ങം, കന്നി. അതിൽ കർക്കിടകം ചരരാശി, ചിങ്ങം സ്ഥിരരാശി, കന്നി ഉഭയരാശി. അതുപോലെ തന്നെ തുലാം, വൃശ്ചികം, ധനു. തുലാം ചരരാശി, വൃശ്ചികം സ്ഥിരരാശി, ധനു ഉഭയരാശി. അതുപോലെ തന്നെ മകരം, കുംഭം, മീനം. മകരം ചരരാശി, കുംഭം സ്ഥിരരാശി, മീനം ഉഭയരാശി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 12 കോളങ്ങളിൽ 4 കോർണറിൽ വന്നിരിക്കുന്ന രാശികൾ 4 ഉഭയരാശിയാണ്. അതിനെയാണ് നമ്മൾ ഉഭയരാശി എന്ന് പറയുന്നത്. പിന്നെ ഓജരാശി, യുഗ്മരാശി. ഈ ജ്യോതിഷത്തിൽ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. ഓജരാശി എന്ന് പറയുമ്പോൾ 1, 3, 5 ഒറ്റ സംഖ്യകൾ വരുന്നത്. 1, 3, 5, 7, 9, 11, 13, 15 അങ്ങനെ ഒറ്റ സംഖ്യകൾ വരുന്നതെല്ലാം ഓജരാശിയും ഇരട്ട സംഖ്യകൾ വരുന്നതെല്ലാം യുഗ്മരാശികളുമാണ്. ഇതിനെല്ലാം ഫലം വേറെയാണ് ജ്യോതിഷത്തിൽ. അതുകൊണ്ടാണ് ജ്യോതിഷം പഠിക്കാൻ ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എനിക്കൊരു ഒരു പ്രത്യേക അറിയിപ്പുള്ളത്, ദയവ് ചെയ്ത് ഇത് വീക്ഷിക്കുന്നവർ ഈ നമ്മൾ പിന്നെ ലൈവ് രാവിലെ നിത്യമുള്ള ലൈവിൽ ഇവിടുത്തെ പൂജാരീതിയും പൂജയും പ്രാർത്ഥനയും നാമജപവും ഒക്കെ നമ്മൾ നിത്യം ലൈവുണ്ട്. അപ്പോൾ അത് ധാരാളം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലൈവ് വരണേ, ഞങ്ങൾക്കൂടെ ഗുരുജിയുടെ ഉപാസനാമൂർത്തിയൊക്കെ ഞങ്ങൾക്കൂടെ കണ്ട് പ്രാർത്ഥിക്കാനും വിളക്ക് കത്തിച്ച് വെച്ചാലൊന്ന് കണ്ട് തൊഴാനും ഒക്കെയുള്ള ഒരു അവസരം ഞങ്ങൾക്കൂടെ തരണേന്ന് പലരും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയത്. അതിനു മുന്നേ ഞാൻ ലൈവിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ലൈവിൽ പലരും വന്നിട്ട് നക്ഷത്രവും പേരും ഇട്ടിട്ട് പോകുന്നുണ്ട്. അത് രാശി ഞായറാഴ്ച തോറും എടുക്കുന്ന രാശികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് ചാനലിൽ ഉപാസന റിസർച്ച് എന്ന ചാനലിൽ പോയിട്ട് കമൻറ്റ് ബോക്സിനകത്ത് പേരും നക്ഷത്രവും എഴുതിയിട്ടാലേ അത് രാശിക്ക് എടുക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും എടുക്കാൻ പറ്റില്ല. ഞാനിവിടെ പൂജയിൽ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ജപത്തിന് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഈ എടുക്കുന്ന ഇതിനകത്ത് വരുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിനകത്തേ ഇടാവൂ. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, പലരും എന്നോട് ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ഇതിൽ കൂടെ എനിക്ക് മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പലരും ഗ്രഹനില, ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിനകത്തിട്ടിട്ട് എനിക്ക് ഇതിൻ്റെ ഫലം പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധ്യമല്ല. എന്ന് വെച്ചാൽ എന്നെ ഞാൻ വാട്സപ്പ് നമ്പർ പറഞ്ഞിട്ടുണ്ട് 8181817932. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്തും സമയം ഇട്ട് തന്നാൽ ഞാൻ എൻ്റെ സമയം അനുസരിച്ചിട്ട് ഞാനത് നോക്കിത്തരും. അതായിരിക്കും അങ്ങനെയാണ് എൻ്റെ രീതി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ലൈവിൽ വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും, നമ്മൾ ചെയ്തതിൽ നമ്മൾ പറഞ്ഞിട്ട് ഒന്നും അതിന് റിപ്ലൈ കിട്ടിയില്ലല്ലോ, റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്ന് തോന്നാൻ നിങ്ങൾക്കിട വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ബാധാസ്ഥാനവും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. ഹരിയോം ഹരിയോം ഹരിയോം.